അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. മദദ് റിയാദുസ് സാലിഹീൻ ക്ലാസ് 31ാമത്തെ ബാബ് അയൽവാസികളുമായി ഉള്ള ബന്ധം ഇസ്ലാം എന്തിനെ ചൊല്ലു എന്നതായിട്ട്. അപ്പൊ അങ്ങോട്ട് അയൽവാസികളിട്ട് വലിയ കടപ്പാടുകളുണ്ട്. അപ്പൊ അതിനെ സംബന്ധിച്ച് വന്ന ഹദീസുകളായിട്ട് വിവരിച്ചു വന്നിട്ടുള്ളത്. അപ്പൊ ഇന്നത്തെ ഹദീസ് നമുക്ക് നോക്കാം. 307ാമത്തെ ഹദീസ്. വാൻഹു അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു തൊട്ട് തന്നെ ഖാല അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊല്ലു ലാ യംനഉ ജാറുൻ ജാറഹു അൻ യഗ്രിസ ഖശബതൻ ഫീ ജിദാരി. ഓന്റെ മതിലിലേക്ക് ഒരു അയൽവാസി ഒരു മരത്തെ പോലെ വെക്കടാൻ ചെന്നെങ്കിൽ അത് ബെയ്ക്കണ്ടാൻ ചെന്ന് തടയെ കുത്തിറാൻ ചെന്നെങ്കിൽ അപ്പുറത്തെ ഉത്തരവാണ് അവനിക്ക് എന്തോരോ അവൻ്റെ ഒരു മാടിതായിക്കോ എന്തെങ്കിലും ഒരു കോല പോലും ഓന്റെ മതിലേക്ക് വെക്കേണ്ടി വന്നത് എന്നാ അത് ബെയ്ക്കണ്ടാൻ ചെന്ന് തടയെ കുത്തിറാണം. എന്നാ മതിൽ പോണ്ടതേ, പക്ഷെ അതെന്തോ ഒരു ആവശ്യത്തിന് ചിലപ്പോ അങ്ങനെ മുട്ട വയ്ക്കുമ്പോഴത്തേക്കും അല്ലെങ്കിൽ കമ്പൗണ്ടിൽ വയ്ക്കുമ്പോഴത്തേക്ക് ചെറിയ എന്തെങ്കിലും ഒരു ആവശ്യത്ത് ഒരു കൊല്ല പോലെ ഒരു എന്തെങ്കിലും അഡ്ജസ്റ്റ്മെന്റ് അപ്പുറം നിലക്കാരുടെ സംബന്ധപ്പെട്ട നിലക്ക് ഒരു നല്ല നിലക്ക് അവകാശം അങ്ങനതേ. എന്നാലും അയൽവാസികളാകുമ്പോഴത്ത് അങ്ങനെ ചിലപ്പോൾ ആവശ്യം ഉണ്ട്. അപ്പൊ അത് ബെയ്ക്കണ്ട എന്ന് തടയുക തീറാണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രം ചൊല്ലു. സുമ്മ യഖൂലു അബൂ ഹുറൈറ. പിന്നെ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ചൊല്ലേ, അതായത് ഈ സംഭവം ചൊല്ലത് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഒരു ശിഷ്യനായ ഒരാളായിട്ട്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ചൊല്ലേ, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ചൊന്നിട്ട് മാലി അറാക്കും അൻഹാ മൂറിള്. എന്റെ ഈ ഒരു സുന്നത്തിനെ തൊട്ടും, അതായത് അപ്പുറത്തങ്ങ് ഒരു അപ്പുറത്തെ ഉത്തരം ഒരു കോല് വെക്കുമ്പോഴത്തേക്കും ഞങ്ങൾ സഹകരിച്ചു കൊടുക്കുക എന്നുള്ള നല്ല കാര്യമാണ്. അതിനെ തൊട്ട് എന്തേ നിങ്ങൾ തിരിഞ്ഞു കളയിടാറ്? വല്ലാഹി ല അർമിയന്ന ബിയാ ബൈന അക്താഫിക്കും. അതിനാണ് നിങ്ങളെതിരിൽ വ്യക്തമായി നാനത് ചൊല്ലുവേ, അതിനെ ഞാൻ വ്യക്തമാക്കി നിങ്ങളെതിരിൽ ഞാൻ ഇട്ടുപുട്ര എന്നായിട്ട് പദത്തർത്ഥം. അതായത് നാന് ആ ഒരു സുന്നത്തിനെ തൊട്ട് നിങ്ങൾ തിരിഞ്ഞു കളഞ്ഞതായിട്ട് കണ്ട് ഞാനപ്പോൾ അത് നിങ്ങളെതിരിൽ ചൊല്ലുമേ എന്നുള്ള അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു മുത്തഫഖുൻ അലൈഹി. റുവിയ ഖശബഹു എന്ന റിവായത്തില്ല അല്ലെ, ഖശബത്തൻ എന്നായിട്ട് ഖശബത്തൻ എന്ന് ചൊല്ലുന്നത് ഖശബഹു എന്നുണ്ട് ബിൽ ഇളാഫത്തി വൽ ജമ്മി, ഇളാഫത്താക്കിയിട്ടും ജമ്മാക്കിയിട്ടും. റുവിയ ഖശബത്തൻ ബി തൻവീൻ അൽ ഇഫ്റാദ്, മുഫറദാക്കിയിട്ട് തൻവീന കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഒരു കൊല്ല പോലെ കൗലു മാലി അറാക്കും അൻഹാ മുറിലിൻ എനി അൻഹാദിഹി സുന്ന. എന്റെ ഈ ഒരു സുന്നത്തിനെ തൊട്ട് തിരിഞ്ഞു കളയിടാറ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. ഇതൊരു നീ എന്തേ നല്ലൊരു കാര്യമായിട്ട് നീ ഇത് കണക്കിലെടുത്തോണ്ടില്ലേ? അപ്പൊ അയൽവാസികളാവത്ത് പരസ്പരം എന്താക്കേണ്ടി വേണ്ട, സഹകരിക്കേണ്ടി വേണ്ട, ആ സഹകരിക്കണം. 308ാമത്തെ ഹദീസ്. വഅൻഹു അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു തൊട്ട് തന്നെ അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഫലാ യുഅ്ദി ജാറ. ആരെങ്കിലും അള്ളാഹുടെ കൊണ്ടും അന്ത്യനാല് കൊണ്ടും വിശ്വസിച്ചാൻ കണ്ടെങ്കിൽ അവൻ നിരക്കരടങ്ങളെ ബുദ്ധിമുട്ടാക്കരുത്, നിരക്കരടെ കൊണ്ട് ബുദ്ധിമുട്ടാക്കരുത്. വമൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ, അള്ളാഹുടെ കൊണ്ടും അന്ത്യനാല് കൊണ്ടും വിശ്വസിച്ചാൻ കണ്ടെങ്കിൽ, അള്ളാഹുലോർക്ക് വിശ്വാസമുണ്ട്, ഖിയാമത്തിനാല് വിശ്വാസം ഉണ്ടെങ്കിൽ ഫല്യുക്രിം ളൈഫ, അവന്റെ മുട്ട വന്ന വിരുന്നുകാരെ അവൻ ആദരിക്കട്ടെ. വമൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ, അള്ളാഹുടെ കൊണ്ടും അന്ത്യനാല് കൊണ്ടും പുറത്ത് വിശ്വസിച്ചാൻ കണ്ടെങ്കിൽ ഫല്യഖുൽ ഖൈറ, നല്ല കാര്യങ്ങൾ അവൻ ചൊല്ലട്ടെ, അവൻ യസ്കുത്ത് അല്ലെ മുണ്ടാന്തേക്കട്ടെ. മുത്തഫഖുൻ അലൈഹി. അപ്പൊ ഇതിൽ ഒന്നാമത്തെ തന്നെ ചൊന്നത് നിരക്കാരുടെ ബുദ്ധിമുട്ടാക്കത്തില്ല. അള്ളാഹുടും അന്ത്യനാലോണ്ട് വിശ്വാസമുണ്ടോ, യഥാർത്ഥ ഈമാനുണ്ടോ എന്നാൽ നിരക്കാരുടെ അവൻ ബുദ്ധിമുട്ടാക്കോ തീരാന്നുള്ളത്. പിന്നെ രണ്ടാമത്തെ ചൊന്നത് അയൽവാസി വിരുന്നുകാരെ സൽക്കരിക്കണം, ആദരിക്കണം എന്നുള്ളത്. മൂന്നാമത്തെ ചൊന്നത് നാവുള്ള ആവശ്യന്നതേ പലക്കാരായിട്ട് അല്ലാത്തത് പലക്കാരേണ്ടെന്നുള്ളത്. 30 അപ്പൊ നാവിൽ നല്ലത് ചൊല്ല, ആവശ്യം അല്ലാത്തത് ചൊല്ലണ്ടാകും. വാൻ അബീ ശുറൈൽ ഖുസായി റളിയല്ലാഹു അൻഹു അന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല. അബൂ ശുറൈൽ ഖുസായി റളിയല്ലാഹു അൻഹു ചൊല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊല്ലുന്നു മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ, അല്ലാഹുവെ കൊണ്ടും അന്ത്യനാൾ കൊണ്ടും വർത്തൻ വിശ്വസിച്ചിട്ടാണെങ്കിൽ ഫൽയുഹ്സിൻ ഇലാ ജാരിഹി, അയൽവാസികൾക്ക് നല്ലത് ചെയ്യട്ടെ. ഇപ്പോഴത്തെ ഹദീസിൽ ചൊന്നത് അയൽവാസികളെ ബുദ്ധിമുട്ടാക്കണ്ടാട്ട. ഇപ്പത്തെ ഹദീസിൽ ചൊല്ലത് അയൽവാസികൾക്ക് ഗുണം ചെയ്യണം, നല്ലത് ചെയ്യണം.
ഒമൻകാന യുമിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ, അള്ളാഹുടെ കൊണ്ടും അന്ത്യനാൾ കൊണ്ടും വിശ്വസിച്ചിട്ടാണ് ഫല്യുക്രിം ദൈഫഹു, അവന്റെ ഔത്തുകൊണ്ട് റായത്ത് വന്ന ബിരുന്നുകാരെ അവൻ ആദരിക്കട്ടെ. ഒമൻകാന യുമിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ, അന്ത്യനാൾ കൊണ്ടും അള്ളാഹുടെ കൊണ്ട് വിശ്വസിച്ചിട്ടാണെങ്കിൽ ഫല്യഖുൽ ഖൈറൻ അവിൽ യസ്കുത്, നാ നല്ലത് ചൊല്ലട്ടെ അല്ലെങ്കിൽ മുണ്ടാതിരിക്കട്ടെ. റവാഹു മുസ്ലിം ബിഹാദൽ ലഫ്ദ് വറവൽ ബുഖാരി ബഅദ, ഇതിലെ ചില ഭാഗം ബുഖാരിയിലുണ്ട്. അപ്പൊ അയൽവാസികളോട്ടുള്ള ഒരു സംബന്ധം അല്ലെ, അയൽവാസി ഒന്നാമത്തിൽ നിന്ന് ബുദ്ധിമുട്ടാക്കാന, രണ്ടാമത്തെ ഹദീസിൽ നിന്ന് നമുക്ക് ഗുണം ചെയ്യണം. ഇനി അതുമായി സംബന്ധപ്പെട്ട ഹദീസ് അന്നേറ്റിക്കർ 310 വാൻ ആയിഷത റളിയല്ലാഹു അൻഹ ഖാലത്ത്, ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ചൊല്ല്, ഖുൽതു യാ റസൂലല്ലാഹ് ഇന്ന ലി ജാരൈനി, നക്ക് രണ്ട് ആയിഷ ബി ചൊല്ല്, ഞാൻ നബി തങ്ങളെ ചൊല്ല്, നബിയെ നക്ക് രണ്ട് അയൽവാസികളുള്ള, ഫൈല അയ്യിഹിമ ഉഹുദി, ഞാൻ ആർക്ക് അദിയ കൊടുക്കണം? കാലതി, അപ്പൊ നബി തങ്ങനോട് ചെന്ന് ഇല അക്റബിഹിമ മിൻകി ബാബൻ, രണ്ട് അയൽവാസികളിൽ നിന്ന് നിക്കാറ് ബായിൽ മുട്ട അങ്ങ് കൊടുക്കണം. ചെന്ന് രണ്ടാൾ കൊടുക്കയില്ലാണ്ടാവുമ്പോ തോറ് കൂട്ടർ ഒരവത്ത് കൊടുക്കത്തക്കമേ ഉള്ളേ ഉണ്ടാവുമ്പോ 6 കൊടുക്കണം. അപ്പൊ ഏറ്റവും മുട്ടത്തെ ബായിലാറ് അങ്ങ്. റവാഹുൽ ബുഖാരി. ഇനി 300 പോണം ഈ ഹദീസിലെ ലാസ്റ്റ് ഹദീസ്, ഈ ബാബയുടെ ലാസ്റ്റ് ഹദീസ്. وعن عبد الله بن عمر رضي الله عنهما قال قال رسول الله صلى الله عليه وسلم خير الأصحاب عند الله, കൂട്ടരിൽ വെച്ച് അസ്ഹാബ് സ്നേഹിതന്മാരിൽ വെച്ച് അള്ളാഹുന്റെ അടുക്കൽ ഏറ്റവും ഖൈറായവർ ഖൈറുഹും ലിസ്വാഹിബി, അവന്റെ ഒട്ടുകൊള്ള ആൾക്ക് ഖൈറായവർ. വഖൈറുൽ ജീറാനി ഇൻദല്ലാഹി തആല, അയൽവാസികളിൽ നിന്ന് അള്ളാഹുന്റെ അടുക്കൽ ഖൈറായവർ ഖൈറുഹും ലിജാരി, അയൽവാസിക്ക് ഖൈറായവർ. റവാഹു തിർമിദി വഖാല ഹദീസുൻ ഹസൻ. അപ്പോ അസ്ഹാബ് കൂട്ടർ ഒട്ടുകൊള്ള ശിഷ്യന്മാരും ചൊല്ല ആൾക്ക് അസ്ഹാബ് ചൊല്ല്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വഹാബാക്കൾക്ക് അസ്ഹാബ് ചൊല്ല്, ഒട്ടുകിടങ്ങ ഒട്ടുകൊള്ള ആൾമാർ. അതിൽ വെച്ച് ഖൈറായങ്ങാറുന്നത് കൂട്ടത്തിൽ ആൾമാർ കൊണ്ട് എല്ലാവരും ബാക്കി നമുക്ക് കൊണ്ട് ഇഷ്ടം മഗ്യങ്ങളിലൊക്കെ നല്ല നിലക്കായിട്ട് കൊണ്ടിട്ടിക്കരുത്, അതുകൊണ്ട് എല്ലാവർക്കും ഇഷ്ടമായിട്ടിരിക്കണം. അപ്പൊ ഓൻ അള്ളാഹിന്റെ അടുക്കൽ നല്ലവനാ. അയൽവാസികളിൽ വെച്ച് നല്ല കേട്ടെങ്കിൽ അയൽവാസി ഓനെ സംബന്ധിച്ച് നല്ലത് ചൊല്ലണമെങ്കിൽ അള്ളാഹിന്റെ അടുക്കലും ഓൻ നല്ലവളാ. അപ്പോ ഞങ്ങളെ കൊണ്ട് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാവുക തീരും. ഞങ്ങളെ കൊണ്ട് മറ്റുള്ള ആൾമാർക്ക് നല്ലത് ചെയ്യണം, പ്രത്യേകിച്ച് ഞങ്ങൾ ഒട്ടുകിക്കട ആൾമാർ, പിന്നെ ഞങ്ങൾ നിരക്കരടങ്ങും. അപ്പൊ എല്ലാവർക്കും ഞങ്ങൾ നല്ലത് ചെയ്യേണ്ടങ്ങ. അതേ സമയത്ത് ബാക്കി ഞങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ട് ദൂരത്തിന് ഞങ്ങൾക്ക് ആക്കാവില്ലെങ്കിൽ അയൽവാസിങ്ങാൻ ചൊല്ലത് ഞങ്ങളൊട്ട്, അതായത് ഞങ്ങളെ ഉത്തര ചുറ്റുഭാഗത്ത് താമസിക്കണം, അങ്ങനെ ഞങ്ങളിട്ട് എപ്പോഴും സംബന്ധത്തിൽ ഇരിക്കേണ്ട ആൾമാറായിട്ടിരിക്കുന്നത്. ബാക്കിയുള്ള ആൾമാറിട്ട് പുറത്തകത്തര ശരിയില്ലാൻ കണ്ടെങ്കിൽ അത് ബുദ്ധിമുട്ടെന്താവില്ല, അത് ആ ഏരിയത്ത് പോകുമ്പോൾ മാത്രം. ഇത് അങ്ങനെയല്ലല്ലോ, ഇത് എപ്പോഴും ഇവിടെ പെർമനന്റ് ആയിട്ട് അറത്ത് ഇക്കണങ്ങ. അപ്പോൾ 24 ഗಂಟೆയും ഒരു തിങ്കൾ എല്ലാ നാളും ഒരു വർഷത്തെ എല്ലാ നാളും അതേ റായത്തിൽ അങ്ങ് ഇക്കുമ്പോൾ ഓന്റെ കൊണ്ട് മറ്റുള്ളവർക്ക് ഇറക്കറിനൊക്കെ ബുദ്ധിമുട്ടോട് ചൊല്ലുമ്പോൾ ഭയങ്കര അങ്ങ് കഷ്ടം അനുഭവിക്കേണ്ടി വരും. അപ്പൊ അവൻ നല്ലവനല്ല. അപ്പൊ അയൽവാസികൾക്ക് ഗുണം ചെയ്യണം, നല്ലത് ചെയ്യണം. അങ്ങനെ നമുക്ക് ചില ചിലപ്പോൾ ഞങ്ങളതേ ആയിട്ട് എന്നാലും നമുക്ക് ചില സൗകര്യങ്ങളൊക്കെ ഞങ്ങൾ ചെയ്തു കൊടുക്കണം എന്നായിട്ട് ഈ ഹദീസുകളിൽ നിന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ഞങ്ങൾക്ക് പഠിപ്പാട്ടിട്ടുണ്ട്. അള്ളാഹു ഞങ്ങളൊക്കെ സൽസ്വഭാവികളിൽ സജ്ജനങ്ങളിൽ പെടുത്തട്ടെ, ഖൈറിന്റെ ആൽമാരിൽ പെടുത്തട്ടെ, നല്ല സ്വഭാവമുള്ളവരിൽ പെടുത്തട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.